ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ വന്നിട്ട് തമ്പനയിൽ നിങ്ങൾ കണ്ടതുപോലെ കുഞ്ഞു ഉറങ്ങുന്ന സമയത്ത് എങ്ങനെ നമ്മളുടെ ലൈഫ് അല്ലെ ആ ഒരു ഡേ പ്രൊഡക്റ്റീവ് ആക്കാം എന്നുള്ളതാണ്. കൂടുതലും കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അമ്മമാർ ചെയ്യുന്നത് അവരുടെ കൂട്ടത്തിൽ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. പക്ഷേ എനിക്കതിന് പറ്റാറില്ല. ചില സമയത്ത് ഞാൻ അതുപോലെ ടയേർഡ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ കിടന്നാൽ ഞാൻ ഉറങ്ങിപ്പോവും. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ വെറുതെ കിടക്കാവുന്നേ ഉള്ളൂ. വെറുതെ സമയം പോകും. എനിക്ക് എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും ഉറക്കം വരില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണ സമയത്ത് അവനത് ഇറിറ്റേഷൻ ആവുകയും അവൻ്റെ ഉറക്കം പോവുകയാണ് ചെയ്യണത്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് ഈ ഒരു സമയം എങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത്. ഈ വീഡിയോയിൽ വന്നിട്ട് ഞാൻ എൻ്റെ ആ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രൊഡക്റ്റീവ് ദിവസത്തിന് വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടു ഡു ലിസ്റ്റാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു റഫായിട്ടുള്ള ഒരു ലിസ്റ്റ് നമ്മൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഇന്ന് എങ്ങനെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം എന്തൊക്കെ ലിസ്റ്റ് ഉണ്ടെങ്കിലും എനിക്ക് ഒരു പ്രാർത്ഥന ഇല്ലാണ്ട് തുടങ്ങാൻ പറ്റില്ല. അത് ചിലപ്പം ദിവസത്തിൻ്റെ പകുതി വെച്ചായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുക, ചിലപ്പോൾ എനിക്ക് അപ്പോഴായിരിക്കും ടൈം കിട്ടുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം. പക്ഷേ എനിക്ക് ഒരു ബൂസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക, ഒരു 5 മിനിറ്റ് ആണെങ്കിൽ പ്രാർത്ഥിക്കുക, ഒരു 10 മിനിറ്റ് ബൈബിൾ വായിക്കുക. അവിടെ നിന്നാണ് മിക്കപ്പോഴും ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പം നേരം വെളുത്തിട്ടുണ്ടാവുമെങ്കിലും എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ദിവസം തുടങ്ങണമെങ്കിൽ ചിലപ്പോൾ ഉച്ചയായിട്ടുണ്ടാവുമായിരിക്കും. അപ്പോഴായിരിക്കും എനിക്ക് ടൈം കിട്ടുന്നത്. അപ്പം എന്താ പറയുന്നത്, റിയൽ ലൈഫ് ബിഗിൻസ് എന്ന് പറയുന്ന പോലെ അവിടെ വെച്ചാണ് എനിക്കൊരു മോട്ടിവേഷനും ഒരു പുഷൊക്കെ കിട്ടുന്നത്, എന്തൊക്കെ ലിസ്റ്റ് എഴുതി വെച്ചെന്ന് പറഞ്ഞാലും. ഓക്കെ, നമ്മളുടെ പ്രയറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് നേരെ കിച്ചണിലേക്ക് പോകും. നല്ലൊരു കംഫർട്ടായിട്ടുള്ളൊരു സ്പേസ് കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നിട്ട് ആദ്യമേ എടുത്തിട്ട് എൻ്റെ ടു ഡു ലിസ്റ്റിൽ ഞാൻ നോക്കും. പ്രത്യേകിച്ച് ഈ ഒരു 1.5 മണിക്കൂറിൽ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നോക്കുക. അതിലൊന്നാമത്തെ സ്ലീപ്പാണ്, അത് നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് ഞാൻ ബുക്ക് വായിക്കാൻ വേണ്ടി പോവാണ്. ഹലോ, ഞാനിപ്പം കുഞ്ഞിപ്പോൾ ഉറങ്ങുവാണ്. ഞാനിപ്പോൾ കുഞ്ഞിനെ ഉറക്കിയിട്ട് വരുവാണ്. നല്ല ഡീപ്പ് സ്ലീപ്പിലാണ്. നന്നായിട്ട് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവനൊരു 1.5 മണിക്കൂർ വരെയൊക്കെ ഉറങ്ങും. അപ്പം ഞാനിവിടെ മോണിറ്റർ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു 1.5 മണിക്കൂറാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. നമുക്ക് എന്തിനു വേണമെങ്കിലും എടുക്കാം. നമുക്ക് പാത്രം കഴുകാൻ എടുക്കാം, തുണി അലക്കാൻ എടുക്കാം, റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം, ഉണങ്ങിയ തുണികൾ മടക്കാൻ വേണ്ടി എടുക്കാം. പക്ഷേ ഐ എം ഗോയിങ് ടു ഇഗ്നോർ എവറിത്തിങ്. കുറച്ച് നേരത്തേന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വയ്ക്കാൻ പോവാണ്. ആൻഡ് ദെൻ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. അത് വേറൊന്നുമല്ല, ബുക്ക് വായിക്കുക, കുറച്ച് നോട്ട്സുകൾ എഴുതുക, ടു ഡു നോട്ട്സ്, അതായത് നാളത്തേനുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുക. ഈ ഒരു 1.5 മണിക്കൂർ മുഴുവനും കിട്ടുന്നില്ല. എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ടാൽ ചിലപ്പോൾ അവൻ എണീക്കാൻ ചാൻസ് ഉണ്ട്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അപ്പോൾ ഞാനിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് ദ മാജിക് അല്ലെങ്കിൽ ദ സീക്രട്ട് എന്ന് പറയുന്ന റോണ്ട എന്ന് പറയുന്ന ഒരാളുടെ ഒരു ബുക്കാണ്. ഈ ബുക്ക് എനിക്ക് സജസ്റ്റ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് അതുല്യാണ്. ഇതൊരു നല്ലൊരു ബുക്കാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ പക്ഷേ ഇതിൽ നമ്മൾ വായിച്ചിങ്ങനെ വരുമ്പോഴത്തേനും ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഇതൊരു 28 ദിവസത്തെ ഒരു പ്രാക്ടീസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ബുക്കാണ്. 28 മാജിക്കൽ പ്രാക്ടീസസ് ആണ് ഈ ഒരു ബുക്കിലുള്ളത്. ഈ ബുക്ക് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് കുറച്ചും കൂടെ ഫ്രൂട്ട്ഫുൾ ആക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മാജിക്കൽ പവറാണ്. അപ്പം നമ്മൾ നന്ദിയുള്ളവർ ആയിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു പ്രാക്ടീസ് കൊണ്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അതായത് ഹെൽത്ത്, മണി, ജോബ്, റിലേഷൻഷിപ്പ്, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ, അതുപോലെ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനുമുള്ള നെഗറ്റീവ് എനർജീനെ മാറ്റിയിട്ട് എങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം, എങ്ങനെ നന്ദിയുള്ളവരായിരിക്കാം, അതിലൂടെ എങ്ങനെ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ചില സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട് എനിക്കത് സാധിച്ചില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഈ ഒരു ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് എന്നോട് തന്നെ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം കുറേ കാര്യങ്ങൾ
എനിക്കുമായിട്ട് റിലേറ്റ് ആവുന്നുണ്ട് ഈ ഒരു ബുക്ക്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബുക്ക് കിട്ടുകയാണെങ്കിൽ വായിച്ചു നോക്കൂ കേട്ടോ. പക്ഷേ ഇച്ചിരി ഇതാണ്, നമ്മൾ ഈ ബുക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഇത്ര ദിവസം നമ്മളിത് വായിക്കണം. അതുപോലെ നമ്മൾ ടൈം എടുത്ത് എഴുതുകയും വേണം. എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഈ ബുക്ക് പറയുന്നതെന്നുള്ളതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതൊരു ഫ്രൂട്ട്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇവർ ഈ ബുക്കിൽ പറയുന്ന പോലെ നമ്മൾ ഫോളോ ചെയ്യണം. കുറച്ച് ദിവസങ്ങളെടുക്കും, ബട്ട് വർത്ത് ഇറ്റ്. ഇത്രയും ഞാൻ 3 days ആയിട്ടുള്ളൂ, അപ്പോൾ തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് നൈസ്. ഇതിൻ്റെ പുറകെ വേറെയും ബുക്കുകളുണ്ട്. ഇത് തീർത്തിട്ട് വേണം എനിക്കിനി അതിലോട്ട് പോകാനായിട്ട്. ആക്ച്വലി ഇത് എൻ്റെ ബുക്കല്ല, ഇത് എനിക്ക് അവൾ വായിക്കാൻ വേണ്ടി തന്നതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൾ പറഞ്ഞത് വായിച്ചു നോക്ക്, ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം അത് വായിക്കട്ടെ. കാരണം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അത്രയും പോലും ചെയ്യാൻ പറ്റത്തില്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് നീളുന്നത്. അല്ലെങ്കിൽ എനിക്കറിയാമല്ലോ എന്തൊക്കെ പോകണമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അപ്പോൾ അതുവഴി അങ്ങ് പൊക്കോളും. അപ്പം ഈ ഒരു ടൈം എനിക്ക് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരുവാണ്. നിങ്ങളുടെ ഹോബീസും നിങ്ങളുടെ ഇഷ്ടാനുസരിച്ചും നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില ആൾക്കാർ പറയുമായിരിക്കും, പിന്നെ കുത്തിയിരുന്ന് വായിക്കാൻ എവിടെയാണ് സമയം ഇരിക്കുന്നതെന്ന്. അങ്ങനെയല്ല, നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് സമയം എല്ലാത്തിനും കിട്ടും എന്നുള്ളതാണ്. അപ്പം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ റീഡിങ് എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ റീഡിങ് ചെയ്യാം. ഇല്ല, എനിക്ക് ഈ ഒരു ടൈമിൽ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ആണ് ചെയ്യേണ്ടതെന്നെങ്കിൽ അത് ചെയ്യുക. ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ടാണ് കാണിച്ചു തന്നത്. പിന്നെ ഉണ്ടല്ലോ, എത്രയൊക്കെ തിരക്കാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഒരു 10 മിനിറ്റ് ആണെങ്കിലും നമ്മൾക്ക് വേണ്ടി എടുക്കണം കേട്ടോ. അതിപ്പം നമുക്കിഷ്ടമുള്ള കാര്യമാണെങ്കിൽ കൂടെ. ഇല്ലെങ്കിൽ പിന്നെ എന്താ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വാട്ട് ഡിഡ് ഐ ഡു ഫോർ മൈസെൽഫ് എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ ഒരു ആൻസർ വേണ്ടേ? ഓക്കെ, അപ്പം അത് നമ്മൾ വായിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളത് അസസ്മെൻറ്റും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പരിപാടി നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് ദ സിസ്റ്റേഴ്സ് ചേസ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഇത് സാറാ ഹെയ്ലി എന്ന് പറയുന്ന ഒരാൾ ഓതറിൻ്റെ ഒരു ബുക്കാണ്. ഇതിപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് വായിച്ചു തുടങ്ങിയൊരു ബുക്കാണ്. അതുകൊണ്ട് തുടങ്ങിയതേ ഉള്ളതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനൊന്നും ഇപ്പോൾ പറ്റത്തില്ല. ഓക്കെ, വായിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്തത് ക്ലീനിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത്. ഒരു ക്വിക്ക് ക്ലീനിങ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുഞ്ഞിൻ്റെ ബേബി മോണിറ്ററിലും നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ചിലപ്പോൾ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം ഇട്ടിട്ട് വേഗം അങ്ങോട്ടേക്ക് ഓടണം. ഇങ്ങനെ ഒരു മോണിറ്റർ ഉള്ളത് എപ്പോഴും നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവർ റൂമിൽ പോയി നോക്കേണ്ട കാര്യമില്ല. മോണിറ്റർ കൊണ്ട് നമുക്ക് നടന്നാൽ മതി. പിന്നെ വൈറ്റ് നോയ്സ് മെഷീൻ ഉണ്ടെങ്കിൽ അതും കൂടെ ഓണാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള സൗണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസോ ഒന്നും ഉണ്ടാവാണ്ട് സുഖമായിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റും. കണ്ടതുപോലെ ഇത്രയും സമയം കൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർത്തു. 1, എണീറ്റ് വന്ന ഉടനെ ഞാൻ പ്രാർത്ഥിച്ചു. 2, ബൈബിൾ വായിച്ചു. 3, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ ആ ഒരു ബുക്കിൽ പ്രാക്ടീസ് ചെയ്തു. 4, എനിക്ക് ഇഷ്ടമുള്ള ബുക്ക് ഞാൻ വായിച്ചു. 5, ക്ലീൻ ചെയ്തു. ടേബിൾ ക്ലീൻ ചെയ്യുന്നത് കൂടാണ്ട് അല്ലാണ്ട് ഇവിടുത്തെ ക്ലീനിങ്ങും പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്തു. 6-മത്തേത് ഫുഡ് വെക്കാൻ വേണ്ടി പോവാണ്. ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കത്തേനുള്ള ഫുഡ് ഉണ്ടാക്കണം. അതിൽ എനിക്കിഷ്ടമുള്ളതും കൂടി ഉണ്ടാക്കണം. അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ടും കൂടി ഉള്ളതാണ് ചെയ്യുന്നത്. ടു മേക്ക് മൈസെൽഫ് ഹാപ്പി ടു.
അപ്പം അത് കഴിഞ്ഞിട്ടുള്ളത് അടുത്തത് പറയാം. അപ്പം നമ്മളുടെ അത്യാവശ്യം വേണ്ട കുക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഉച്ചക്കത്തേങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചൊരു ടൈം കൂടെ ബാക്കിയുണ്ട്. കുഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു കാണുന്നു. ഞാൻ മോണിറ്ററിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ബേബി മോണിറ്ററിൽ. അപ്പം അടുത്തത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് കുറച്ചൊരു ടൈം ഉള്ളത് കൊണ്ട് ഞാൻ എക്സസൈസ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും ഒരു ചെറിയ എക്സസൈസ് ദിവസവും ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. നിങ്ങളും അങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് വീടിൻ്റെ പുറകിലോ വീടിൻ്റെ മുറ്റത്തോ നമുക്ക് എവിടെയാണോ സ്പേസ് ഉള്ളത് അവിടെ ഒന്ന് നടക്കാൻ പോകാം, അല്ലെങ്കിൽ ചെറിയ വർക്കൗട്ടൊക്കെ ചെയ്യാം. എല്ലാം ഇപ്പോൾ യൂട്യൂബിലെല്ലാം അവൈലബിൾ ആണല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൂവ്സ് നമ്മൾ എപ്പോഴും ചെയ്യുക. ബിക്കോസ് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഫാമിലി ഹാപ്പി ആവുള്ളൂ, നമുക്ക് കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ തന്നെ നോക്കാനും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റുള്ളൂ. പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ഹെൽത്തിയും കൂടെ ആയിരിക്കണം. ഞാൻ മുമ്പേ എക്സസൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ടൈം അനുസരിച്ച് അപ്പം ഏത് എക്സസൈസാണ് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ചാണ് ചെയ്യാറ് കേട്ടോ. ചിലപ്പോൾ സ്റ്റാൻഡിങ് എക്സസൈസ് ആയിരിക്കും, കുറച്ച് കൂടുതൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേറെ ഏതെങ്കിലും ചൂസ് ചെയ്യും. ഏത് എക്സസൈസ് ആണെങ്കിലും എഫക്റ്റീവായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. എക്സസൈസ് എന്ന് പറയുമ്പം ഈ ഒരു ടൈമിൽ യോഗ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ, പിന്നെ വാക്കിംഗ് ചൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാൻ വാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേബി മോണിറ്ററിൻ്റെ റീച്ച് അവിടെ വരെ കിട്ടും, അത്രയും മാത്രമേ ഞാൻ പോകാറുള്ളൂ. കാരണം നമുക്ക് കുഞ്ഞു ഉണരുമ്പോഴേക്കും തിരിച്ചും വരണമല്ലോ. വേറൊരു എക്സസൈസാണ് ഇത്, ഇൻ്ററാക്റ്റീവ് ഇമേഴ്സീവ് വർക്കൗട്ട് എന്നും പറഞ്ഞിട്ട്. ഇത് നല്ലൊരു വർക്കൗട്ടാണ് കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുന്നത്, ഈ ടി വിയിൽ കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എക്സസൈസ് ചെയ്തു പോകാം. നമുക്ക് കണ്ടുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഇതിൻ്റെ എന്താ പറയുന്നത്, പിക്ചേഴ്സ് എല്ലാം മാറി മാറി വരും. നമ്മളുടെ ഇൻറ്റൻസിറ്റി കൂട്ടിയാണ് അവർ ചെയ്യുന്നത്. അപ്പം നല്ല രസമാണ് നമ്മളതിൻ്റെ ഒപ്പം തന്നെ ചെയ്തു പോകുമ്പോഴത്തേനും. ഇത് നല്ലൊരു വർക്കൗട്ടാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചു എന്ന് പറഞ്ഞാലും ചില ദിവസങ്ങൾ ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യും, ഒന്നിനും അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു ചിന്ത പോലെ തോന്നാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ വേറെ ഒന്നും പ്രത്യേകിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തുകൊണ്ട് വരിക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് TV റൂമിൽ പോയിരിക്കുക, യൂട്യൂബിൽ അല്ലെങ്കിൽ ന്യൂസ് ചാനൽ ഓണാക്കുക, എന്നിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുക. കറൻ്റ്ലി എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പം ആ ഒരു ടൈം പ്രൊഡക്റ്റീവായില്ലേ. ഇനി ന്യൂസ് കാണണം തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത് എന്തോ അത് കാണുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ കാണാൻ പോകുന്നത് കൺട്രി സൈഡ് ഓഫ് ജപ്പാൻ. ജപ്പാനിലെ കൺട്രി സൈഡ് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആരോ ഒരാൾ ഇട്ടിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേയൊക്കെ നമ്മളെ നാട് ആയിട്ട് സാമ്യം തോന്നി. ഇങ്ങനെ എങ്ങനെ പ്രൊഡക്റ്റീവ് ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാണുന്നതിൽ നമുക്ക് കിട്ടുന്നത് നോളജ് അല്ലേ. മറ്റൊരു നാട് എങ്ങനെയാണ് ഇരിക്കുന്നത്, അവരുടെ കൺട്രി സൈഡ് എങ്ങനെയാണ്, അവരുടെ വേ ഓഫ് ലിവിങ് എങ്ങനെയാണ്, അവരുടെ ഫുഡ് എങ്ങനെയാണ്, അവരുടെ കൾച്ചർ എങ്ങനെയാണ്, അവിടെ എന്തൊക്കെ സാധനങ്ങൾ അവൈലബിൾ ആണ് എന്നൊക്കെ നമ്മൾ അറിവ് നേടുകയല്ലേ ചെയ്യുന്നത്. ഇനിയും ഇതുപോലെ കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മളുടെ ബ്യൂട്ടി കെയർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്നൊക്കെ പറയുന്നത്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുഖമൊക്കെ കഴുകി വരുന്നത് പോലെ അല്ലല്ലോ ടൈം കിട്ടി റിലാക്സ് ചെയ്ത് നമ്മളെ തന്നെ കെയർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അതും ഒരു പ്രൊഡക്റ്റീവ് ആകുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം. നമ്മുടെ കുഞ്ഞൂസോടെ എണീറ്റിട്ടുണ്ട് കേട്ടോ.